6ാം വേൾഡ് കപ്പിനെത്തിയ ലിയണൽ മെസ്സി ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് നടത്തിയത്. അൾജീരിയക്കെതിരായുള്ള പോരാട്ടത്തിൽ ഹാട്രിക്കുമായി ലിയോ കളം നിറയുന്നു. ഒരു അർജന്റീനൻ ആരാധകൻ പോലും ലിയണൽ മെസ്സിയുടെ ഹാട്രിക് ആദ്യ മത്സരത്തിൽ തന്നെ പിറക്കുമെന്ന് കരുതിയിരുന്നില്ല. അയാളുടെ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിലെ ആദ്യ ഹാട്രിക്കാണ് പിറക്കുന്നത്, അതും അദ്ദേഹത്തിൻ്റെ 39ാം വയസ്സിൽ. ഈ വേൾഡ് കപ്പിൽ മെസ്സിയിൽ നിന്ന് ഇനി നമ്മൾ എന്തെല്ലാം കാണാനിരിക്കുന്നു? ഫുട്ബോൾ ലോകവും ലിയോ മെസ്സി ആരാധകരും അർജന്റീന ആരാധകരുമെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രഷറില്ലാതെ കളിക്കുന്ന ലിയണൽ മെസ്സിയുടെ ആദ്യ വേൾഡ് കപ്പായിരിക്കാം ഇത്. എല്ലാം നേടിയവന്റെ അവസാനാട്ടം അതിലും ഭീകരമാണെന്ന് തോന്നുന്നു. വേൾഡ് കപ്പിലെ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു കണക്ക് പുറത്തുവന്നു. വേൾഡ് കപ്പിലെ ആദ്യ റൗണ്ട് മത്സരത്തിൽ കുറഞ്ഞ ദൂരം ഡിസ്റ്റൻസ് ചെയ്ത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരത്തിൽ മെസ്സിയാണ് 1ാം സ്ഥാനത്ത്. കുറഞ്ഞ ദൂരം ഡിസ്റ്റൻസ് ചെയ്ത ആദ്യ 3 താരങ്ങളും അർജന്റീനക്കാരാണ്. 7.32 കിലോമീറ്റർ താണ്ടിയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് മൂന്നാമതെങ്കിൽ 7 കിലോമീറ്റർ താണ്ടിയ ലിയോ മെസ്സിയാണ് രണ്ടാമത്. 6.64 കിലോമീറ്റർ താണ്ടിയ ലിസാൻഡ്രോയാണ് ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത്. ദൂരം താണ്ടി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരങ്ങളിൽ മെസ്സി 1ാമതെത്തുന്നു. ഈ കണക്ക് ഫുട്ബോൾ ലോകത്തെ അല്പമൊന്ന് ഞെട്ടിപ്പിക്കും. ഓടിക്കളിക്കുന്ന ലിയോ മെസ്സിയേക്കാൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നടന്ന് കളിക്കുന്ന മെസ്സിയെയാണ്. സാക്ഷാൽ പെപ്പ് ഗാർഡിയോളയുടെ വാക്കുകളാണിത്. 2022 വേൾഡ് കപ്പിന് മുന്നേ തന്നെ പെപ്പ് ഗാർഡിയോള പറഞ്ഞ വാക്കുകളാണിത്. ലിയണൽ മെസ്സി നടന്ന് കളിക്കുകയാണെങ്കിൽ ആ മത്സരത്തിൻ്റെ ഓരോ മുക്കുമൂലയും അയാൾ കൂടുതൽ ദൂരം ഓടാതെ തന്നെ എങ്ങനെ എതിരാളികളെ അനായാസം മറികടക്കാമെന്ന് അയാൾ നടന്ന് ചിന്തിക്കുന്നുണ്ടാകും. സാക്ഷാൽ പെപ്പ് ഗാർഡിയോളയുടെ വാക്കുകൾ ഇന്നർത്ഥമാവുകയാണ്. വെറും 7 കിലോമീറ്റർ മാത്രം താണ്ടി ലിയോ നേടിയത് 3 ഗോളുകളാണ്. നടന്ന് കളിക്കുന്ന ലിയണൽ മെസ്സിയെ ബാർസയിലും PSG-യിലും ഇന്റർ മിയാമി ജേഴ്സിയിലും എല്ലാം നമ്മൾ കണ്ണിറയെ കണ്ടതാണ്. എത്ര അപകടകാരികളാണെന്ന് ഓരോ മത്സരവും തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ വേൾഡ് കപ്പിലും നിങ്ങൾ അയാളെ സൂക്ഷിച്ചു കൊള്ളുക. നടന്ന് കളിക്കുന്ന ലിയണൽ മെസ്സി ഓടിക്കളിക്കുന്ന മെസ്സിയേക്കാൾ ഭീകരമാണെന്ന് പെപ്പ് ഗാർഡിയോളയുടെ വാക്കുകളാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.